പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ വിഷയത്തിൻ്റെ മേൽ ദൈവീകമായ ഇടപെടലുണ്ടാകാൻ പണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു കുറുക്ക് വഴി. എന്താണ്? അമ്മയെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ എല്ലാവരും കാണാൻ പഠിച്ചിരിക്കും അല്ലേ? താങ്ക് യു. ഇതുപോലെ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവമാണ്. അമ്മ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമേ. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ കാര്യമാണ്. നിങ്ങളെ ഓരോ വിഷയവും ഇങ്ങനെ നിങ്ങളെ എടുത്ത് പറയുന്നതിനേക്കാൾ ഇപ്പം നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴികൾ, കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് അമ്മ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കണമേ. പറഞ്ഞേ, അമ്മേ എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കണമേ. അപ്പം നിങ്ങളവർക്കും സുവിശേഷത്തിൻ്റെ സാക്ഷി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണത് മാത്രമാണ്. അതല്ല, നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും. ദൈവവചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് സുവിശേഷവിഹിതമായ സമീപനത്തോടെ നമ്മൾക്ക് എല്ലാ വിഷയങ്ങൾക്കും സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥം ആവഹിച്ചുകൊണ്ട് നമുക്കൊരു വിശ്വാസ സമീപനമുണ്ട്. അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് വരുന്നത്. പെരുമാറ്റത്തിലൂടെ നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റും. പെരുമാറ്റത്തിലൂടെ ഏറ്റവും നല്ലവണ്ണം ഇപ്പം നമ്മൾ മരിയോളജി അല്ലെങ്കിൽ മാതാവിൻ്റെ മാതാവിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മാതാവ് പരിശുദ്ധ അമ്മ സുവിശേഷത്തിൻ്റെ പെരുമാറ്റ സാക്ഷിയാണ്. ഈ ദിവസങ്ങളിൽ എന്നെ ഞാൻ ധ്യാനിച്ചൊരു വിഷയമാണ് പെരുമാറ്റ സാക്ഷി. നമ്മൾ പെരുമാറുന്നില്ലേ, പേരിൻ്റെ പെരുമാറ്റം വെച്ചാൽ നമ്മളെ എന്താണ് സെൽഫ് എക്സ്പ്രഷൻ. നമ്മളിപ്പോൾ ജോസഫച്ചൻ്റെ പേരിൻ്റെ മാറ്റം, അത് ദേഷ്യക്കാരനാണെങ്കിൽ ദേഷ്യമാണ് മാറണത് ശരിക്കും ഇല്ലേ? അപ്പം ഞാൻ ഇനി ദേഷ്യമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും സുവിശേഷവിഹിതമായിട്ട്. വല്ല അസൂയ, പരദൂഷണമോ, പകയോ, ചതിയോ, മോഹൻകോപമോ, കലക്കമോ, ഭിന്നതയോ ആണ് എൻ്റെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ അതും പെരുമാറുമ്പോൾ ആ പേരിൻ്റെ കൂടെയുള്ള മാറ്റത്തിൽ അതാണ് വരേണ്ടത്, പ്രതിഫലിക്കുന്നത്. സെൽഫ് എക്സ്പ്രഷൻസ് എന്ന് വരും. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വാസബന്ധിയായിട്ട് നമ്മളതിനെ തർജ്ജമ ചെയ്താൽ പെരുമാറ്റം ബിഹേവിയറിനേക്കാൾ ഉപരി സെൽഫ് എക്സ്പ്രഷനാണ്. സുവിശേഷം ഒരു സെൽഫ് എക്സ്പ്രഷൻ നമുക്ക് വിഭാവന ചെയ്യുന്നുണ്ട്. സുവിശേഷം സ്വീകരിച്ച ആൾ, സുവിശേഷത്തിൻ്റെ സാക്ഷി, അവരുടെ ഒരു തനത് സെൽഫ് എക്സ്പ്രഷൻസ് ഉണ്ട്. മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ സെൽഫ് എക്സ്പ്രഷൻ എന്താണ്? മറിയത്തിൻ്റെ മൗനമാണ് അല്ലേ? മറിയം എല്ലാം ഹൃദയത്തിൽ കടുത്ത സംഘർഷാവസ്ഥയിൽ പൊട്ടിത്തെറിക്കാതെ അത് ഹൃദയത്തിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ലൂക്ക 2:19 2:51 ഈ വചനമുള്ളത്. 2 പ്രാവശ്യമുണ്ട്. ലൂക്ക 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് ഘടകവിരുദ്ധമായി സംഭവിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഘടകവിരുദ്ധമായൊരു സംഭവം നടക്കുക. ഇപ്പോൾ 26-ാം തീയതി 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 27-ാം തീയതി നിങ്ങളുടെ കടക്കാർക്ക്
ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 26-ാം തീയതി നമുക്ക് പൈസ കിട്ടണം, നമ്മൾ 27-ാം തീയതി നമ്മുടെ കടക്കാർക്ക് കൊടുക്കും. അപ്പോൾ 26-ാം തീയതി പൈസ തരാനുള്ള ആൾ, അപ്പോൾ നമ്മൾ വളരെ ക്ലിയറാണ്, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ 26-ാം തീയതി ഇയാൾ നമ്മളെ വിളിച്ചിട്ട് പറയണേ, ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞ ആളിനോട് ഡേറ്റ് നീട്ടിത്തരുമോ എന്ന് ചോദിക്കുക. ഇവിടെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഇച്ചോ, ഇത് ഞാൻ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, ആൾക്കാരെന്നെ തല്ലിക്കൊല്ലുമെന്നാണ് നമ്മളെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ ഉടമ്പടിയെല്ലാം പോയി ഉണ്ടാ. ഒറ്റ സംഭവത്തിൽ ഉടമ്പടിയെല്ലാം ഉടഞ്ഞു പോകും. പല ആൾക്കാരെ ഉടമ്പടി ഉടഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കഷ്ണം ഈ കുപ്പിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കഷ്ണം കൊണ്ട് നടക്കത്തില്ലേ. ഉടമ്പടിയുടെ ഉടഞ്ഞ കഷ്ണം കൊണ്ടാണ് ചില ആൾക്കാർ നടക്കുന്നത്. ഉടമ്പടി ഉടഞ്ഞു പോയി നേരത്തെ, അതിൻ്റെ കഷ്ണം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് പലരും. കാര്യം ഉടമ്പടി ഉടയണ സാഹചര്യം കാര്യം ഉടമ്പടിയുടെ ഈ ബിഹേവിയറിസം ബിഹേവിയറിസം അല്ല, ഈ സെൽഫ് എക്സ്പ്രഷൻസ്. കാര്യം നമ്മൾ ആരോടെ ഉടമ്പടി ചെയ്തിരിക്കണത്? ദൈവത്തോട്. അപ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളുടെ റിസ്ക് എന്താ? ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അങ്ങനെ വരും എന്നുള്ള രീതിയിൽ നമ്മളെ ദൈവത്തിൻ്റെ തുല്യാക്കി കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വരും എന്ന് ദൈവം പ്രീസപ്പോസ് ചെയ്തിട്ടാണ് നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കണത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? വരാൻ പോകുന്ന അനുഭവങ്ങളെ എല്ലാം എടുത്തിട്ട്, അപ്പോൾ അമ്മ ഇപ്പോൾ ഒത്തിരി പെറ്റുകിടക്കണ രാത്രിയിൽ പ്രാകൃതനായ മനുഷ്യർ വന്ന്, പ്രതീക്ഷിച്ചല്ല ശരിക്കും പറഞ്ഞാൽ അത്. അപ്പോൾ പൊട്ടിത്തെറിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടതാണ്. ഈ ചുമ്മാ ഈ ചവക്കുഴി വന്ന് കിടക്കേണ്ടി വന്നല്ല. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വീട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നോ? എന്തിനാണ് ഇപ്പോൾ ഈ കനേഷുമാരി ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചത്? 100,000 ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം. പല ആൾക്കാരും ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാണ് അകന്നു പോയത്. പല പല കാര്യങ്ങൾ. ഇപ്പം ഞാൻ 3 പ്രാവശ്യം പുതുക്കിയതല്ലേ, ദൈവത്തോട് ചോദിക്കാവുന്ന ചോദ്യമാണ് അല്ലേ. ഞാൻ IELTS ഇപ്പോൾ 8 പ്രാവശ്യം എഴുതിയ ഒരാൾക്കുണ്ട്, ഞാൻ ഇന്നലെ കണ്ട്. അപ്പോൾ CCA പരീക്ഷ 16 പ്രാവശ്യം എഴുതിയ ഒരാളെ കണ്ട്. ഇനി അയാൾക്ക് ചാൻസ് ഇല്ല, അയാൾ ഉദ്യോഗം രാജിവെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ് രാജിവെക്കേണ്ടി വരത്തില്ല, നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. അതെന്ത്, ഞാൻ അയാളെ കണ്ടുകൊണ്ട് പറയണതാണ്? അല്ല, അത് എൻ്റെ ഒരു ആസ്തി. ഇത്രയും നാൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ ഒരു ആസ്തിയുണ്ട്. അതൊരു നല്ല ആസ്തിയാണ്. എനിക്ക് നല്ല ബോധം ഉണ്ടാക്കരുത്. കാര്യം എത്രയോ വർഷങ്ങളായിട്ട് കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം. അല്ലാതെ ഒരു പ്രത്യേക ഒരു ധ്യാനത്തിൻ്റെ ഒരു കാറ്റ് വന്നപ്പോൾ ഞാനും പോയി ഒരു ധ്യാനം കൂടി ഒരു ബൈബിൾ എടുത്ത് ഇറങ്ങിയ ആളല്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൻ അനുഭവിച്ച ദൈവത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, അത് കണ്ട് ഞാൻ വളർന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ദൈവമായിട്ട് ഇടപെടേണ്ടതും ദൈവമായിട്ട് എങ്ങനെ ജീവിക്കേണ്ടതും എങ്ങനെയാണ് സാധാരണ നിലയിൽ, അല്ലാതെ ഒത്തിരി സാങ്കേതികമല്ല, ഒരു പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ ജീവിതാവസ്ഥകളിൽ എങ്ങനെയാണ് ദൈവത്തോട് ലളിതമായി ദൈവത്തെ ആധ്യാത്മിക ജീവിക്കുക, അതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ അതെനിക്ക് കൾച്ചറായിട്ട് എൻ്റെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കെൻ്റെ മനസ്സിൽ വന്നപ്പോഴും എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു, നീ മിഷണറി ആകണം കേട്ടോ, മിഷണറി ആകണമെന്ന് പറയും. അപ്പനും മിഷണറിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഷണറി. അപ്പോൾ അപ്പൻ പക്ഷേ എന്നെ മിഷണറി ആക്കാൻ ദൈവത്തിന് അത്രയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സെമിനാരി ചേരണത്. അപ്പം ഞാൻ ഇടവക വൈദികനായിട്ടാണ് ചേർന്നതെങ്കിലും എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ പഠിച്ചത് കാലങ്ങളിലെല്ലാം മിഷനെക്കുറിച്ചാണ് കേട്ടിരിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. മരിയാനേശ്വരം വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പ്രായം വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട്, ഇപ്പോഴും പ്രായമായി. അപ്പം അദ്ദേഹം വന്ന് ബോർഡിലിങ്ങനെ എഴുതും, ലോകം, അതായത് നിങ്ങൾ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അത് തന്നെയാണ് യേശുദാസ് അച്ഛനും. അങ്ങനെ ഒരു അച്ഛനും മരിച്ചുപോയി. അന്ന് എൻ്റെ 8ാം ക്ലാസ്സിൽ വന്ന് ബോർഡ് എഴുതിയിടും, ഒരു ക്ലാസ് മിഷണറീസിൻ്റെതാണ്. അപ്പോൾ അന്നേ ഞാൻ എൻ്റെ തീരുമാനിച്ച് മിഷനാണ് ഏറ്റവും വലുതെന്ന്. മിഷൻ, ഞാനിപ്പോഴും നിങ്ങളോട് മിഷനെക്കുറിച്ചല്ലേ പറയണത്. നമ്മളിവിടെ വരെ എത്തിയതും മാതാവ്, ഞാൻ ഒരു മിഷണറി അല്ലായിരുന്നെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട ഒരു കാര്യമില്ല.
ഞാൻ മിഷണറി ആയതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങളുമൊക്കെ മിഷണറി അല്ലേ? ഇപ്പം കൃപാസനം പത്രത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ വരണത്. പത്രം വിതരണം ചെയ്യുമ്പോഴും അത് ആൾക്കാരിപ്പോൾ വിശദീകരിച്ചല്ലേ കൊടുക്കണത്. അവരുടെ അനുഭവങ്ങൾ കൃപാസനം പത്രത്തിൽ അവർക്ക് കിട്ടിയ മറിയൻ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പത്രം കൈമാറുന്നത്. നിന്ന് പറയണവരൊക്കെ ഉണ്ട്, വഴിയോ ആളെ പിടിച്ചു നിർത്തി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവരും മിഷണറിമാരായി. അവരിലൂടെ എത്ര പേരാണ് നിങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാനൊരു 100 പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. സാക്ഷ്യം പറഞ്ഞാണ്, ഞാനൊരു 100 പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ 100 ആത്മാക്കളുമായിട്ട് അവർക്ക് ദൈവദർശന ആസ്തിയായി. നമ്മുടെ ആസ്തി എന്ന് പറയണത് എത്ര പേരെ ദൈവത്തിന് വേണ്ടി നമ്മൾ നേടി, അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ദൈവം അംഗീകരിക്കണ സാക്ഷ്യം. നിങ്ങൾ പറയണത് ദൈവത്തെ കൊണ്ട് എന്ത് നേടിയെന്നല്ലേ നിങ്ങൾ പല ആൾക്കാരും പറയണത്. അത് പറയേണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷേ ദൈവത്തിന് പ്രയോജനമുള്ളത് എത്ര പേര് ദൈവത്തിന് വേണ്ടി നമ്മൾ നേടിയെന്നാണ്. അത് ഭയങ്കരമായൊരു സംഭവമാണ്. ഇപ്പം ദൈവത്തിന് വേണ്ടി നേടി എങ്കിൽ ഇപ്പം നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയണത് അനുസരിക്കണില്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ സങ്കടപ്പെടരുത്. കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് അമ്മയുമായിട്ട് ഗുസ്തിയായിരുന്നു, പക്ഷേ അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നെന്ന്. അതവർ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മരിച്ച് 10-12 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എന്നെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ പറയണത്, അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നു, അമ്മ അത്രയ്ക്ക് തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു. പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നിങ്ങളോട് അവരത് പറയത്തില്ല. നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് അവർക്ക് താല്പര്യങ്ങൾ വേറെ ആരാ നിങ്ങളോട് ഗുസ്തി വെക്കുകയുള്ളൂ. അപ്പോൾ ഗുസ്തി വെക്കുമ്പോഴും എൻ്റെ മകൻ വഴി പിഴച്ച് പോയില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അവൻ്റെ മനസ്സ് നിങ്ങളുണ്ട്. നന്മകൾ ഒരിക്കലും താനേ കെട്ടുപോകത്തില്ല. അതായത് അവരുടെ മനസ്സ് നിങ്ങൾ തോറ്റു, എൻ്റെ മകളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഞാൻ തോറ്റുപോയി എന്ന് നിങ്ങൾ പറയരുത്. കാരണം അവളുടെ പ്രായത്തിൻ്റെത് കൊണ്ടും പിന്നെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായതിൽ നിങ്ങളെ നിഷേധിച്ചല്ലത്, നിങ്ങളുടെ ആ മനസ്സിൽ. അപ്പോഴും നിങ്ങൾ നിങ്ങൾ ചാടിത്തുള്ളി അവിടെ കടുത്തേക്ക് കയറാൻ ഒന്നും പോയിട്ട് കാര്യമില്ല. ശാന്തമായി സൗമ്യമായി പ്രാർത്ഥിക്കുക. ഈ സൗമ്യത എന്ന് പറയുന്നത് ഒരു സാക്ഷ്യമാണ്. എനിക്ക് ഭയങ്കര പാടാണ് സൗമ്യത. ഞാൻ പിന്നെ കുറേ പാടും. കാര്യം ഞാൻ ബേസിക്കായിട്ട് അതിന് ആദ്യം പോലും ഇങ്ങനെ പെട്ടെന്ന് ചൂടാകുന്ന ആളായ കാരണം അതെനിക്കറിയാം. അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂട് 2 മിനിറ്റേ നിൽക്കത്തുള്ളൂ. നിങ്ങളത് ഞാൻ ചൂടാകണ പാർട്ടിയാണ്, പക്ഷേ എൻ്റെ ചൂട് 2 മിനിറ്റ് അല്ല 3 മിനിറ്റ്. ഇപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റാഫ് കണ്ടല്ല 30 കൊല്ലം 20 കൊല്ലം ഒക്കെ ഉള്ള ആൾക്കാരുടെ കൂടെ നിൽക്കണില്ലേ. ഞാൻ മോശക്കാരനാണെങ്കിൽ അവർ നിൽക്കത്തില്ല. അപ്പം അവർക്ക് എൻ്റെ സ്വഭാവം പിടികിട്ടി. ചുമ്മാ 5 മിനിറ്റ് അഭ്യാസമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അച്ഛൻ ഓക്കെ ആവുമെന്നത്, അച്ഛൻ പിന്നെ ചേർത്ത് പിടിക്കുമെന്ന് അവർക്കറിയാം. അതിൻ്റെ വീട്ടിലും അങ്ങനെയല്ല നമ്മൾ ചെയ്യണത്. മക്കളോട് ചൂടാവും, പക്ഷേ എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കും. ഇപ്പം എന്താ വെച്ചാൽ സൗമ്യത ഒരു ഭയങ്കരമായ സുവിശേഷ സാക്ഷ്യമാണ്. ഇപ്പം നിങ്ങളീ പറയണ സാക്ഷ്യത്തിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മോസസിനെ എന്തുകൊണ്ടാണ് ലീഡറാക്കിയത്? ഒരു പ്രേക്ഷിതനാണ്. മോസസ് ഒരു ശക്തനായ പ്രേക്ഷിതനല്ലേ? എന്തുകൊണ്ടാണ്? ഈ സൗമ്യത കൊണ്ടാണ്. സൗമ്യത എന്ന് വെച്ചാൽ ഭയങ്കരമായ ഇപ്പം എന്താണ് സൗമ്യത എന്ന് പറയണത്? ഇപ്പം 12 എടുത്ത മോളെ, സംഖ്യ 12:3. മോശ സംഖ്യ 12:3 പറഞ്ഞ മക്കളെ. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിന് ആകർഷിച്ചിട്ടുള്ള വചനമാണിത്. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കുറേ കണ്ടൻ്റ് ഉണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബേസിക് കണ്ടൻറ്റ്, ഇപ്പോൾ കേക്കിൻ്റെ ബേസിക് കണ്ടൻറ്റ് എന്താണ്? കേക്ക്, ഹൽവ, ബേസിക് കണ്ടൻറ്റ് മൈദ എന്തോ ആണല്ലേ? അതാണ് ബേസിക് കണ്ടൻറ്റ്. പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളൊക്കെ ചേർക്കും, ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കും. പാല് ചേർക്കും ചിലർ ഹൽവയിൽ, ചിലർ
ഇതുപോലെയുള്ള സ്ട്രോബെറി പോലെയുള്ള ഫ്ലേവർ ചേർക്കും, അങ്ങനെ പല പല സംഭവങ്ങൾ ചേർക്കുമെങ്കിലും ബേസിക്കായിട്ട് ഈ സംഭവം മൈദ. അത് എന്ന് പറഞ്ഞ പോലെ ഈ സൗമ്യതയുടെ ബേസിക് കണ്ടൻറ്റ് സ്നേഹമാണ്. ഉടമ്പടിക്കാലം ഉടമ്പടി തന്നെ നിലനിൽക്കുന്നത്, അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. അപ്പം തന്നെ ഉടമ്പടി എടുക്കുന്നവർ അന്ന് മുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. ഉറപ്പല്ലേ? നിൻ്റെ ഭർത്താവിന് സംശയമുണ്ടാകാം, ഭാര്യയ്ക്ക് തോന്നിവാസ ജീവിതം ഉണ്ടാകാം. പക്ഷേ വെൻ വി കം ടു ദി കവനൻറ്റ്, പിന്നെ നീ കാണിക്കേണ്ട അടിസ്ഥാന പെരുമാറ്റക്രമങ്ങളുണ്ട്. അതിലൊന്നെന്താണ്? സ്നേഹമാണ്. സ്നേഹം. പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി, കൈകൾ നെഞ്ചോട് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾക്കായിരിക്കാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ആരാധന. കർത്താവേ, ചെകിടന് കേട് നൽകിയവനെ, ആരാധന. കർത്താവേ, ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവേ, മഹ്ഫൂദ് രോഗി സുഖപ്പെടുത്തിയവനെ, കർത്താവേ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അണിപ്പെടുതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ, വൈതാഘാതം പോലെ ദൈവികമായ ശക്തി ആന്തരിക അവയവങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. അഭിഷേകത്തിനെയും വിഷം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. അച്ഛൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകൾ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കുടുംബങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും വേദന അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള സാങ്കേതിക സംഘർഷാത്മകമായ ജീവിത കുടുംബ സാഹചര്യം ഉള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാന ആശംസകൾ നടത്തുക. കർത്താവേ, ഭവനത്തെ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഭവനങ്ങൾക്ക് സമാധാനം ആശംസിക്കുന്നു. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ കർത്താവേ, ഡൈവേഴ്സ് താമസിക്കുന്നവരെ, വിവാഹമോചിതരായവരെ, കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ഒരുമിച്ച് പിരിഞ്ഞു പോയവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, അവരെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, ഗർഭസ്ഥ ശുദ്ധികൾക്ക് ഹൃദയത്തിന് ദ്വാരവും ആന്തരിക വൈകല്യങ്ങളും ഉള്ളവരെ കർത്താവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കഴിയുന്ന പോലെ കർത്താവേ, അസ്ഥിപഞ്ചങ്ങളുടെ വേദന, കിഡ്നികളിലെ കിഡ്നി രോഗങ്ങള്, പാങ്ക്രിയാസ് കല്ലുകള്, ആമാശയത്തിന് കട്ടിയില്ലാതിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള്, ഗർഭാശയത്തിന് കട്ടിയില്ലാതിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള്, അൾസർ രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, പിച്ച് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സ്ഥലസംബന്ധമായ വിഷയങ്ങള്, ഭവന സംബന്ധമായ വിഷയങ്ങള്, ജോലി സംബന്ധമായ വിഷയങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ എല്ലാം ചേർത്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ,
സ്ഥലങ്ങൾ കൊടുക്കാനുള്ളവർ, വിൽക്കാനുള്ളവർ, ജപ്തി നടപടി നേരിടുന്നവർ, സ്ഥലം പാകോടമ്പടി ചെയ്ത് കിട്ടാത്തവരെല്ലാവരെയും ഈ നിമിഷം പരിശുദ്ധമായ ദൈവമാതാനവും മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠനത്തിൽ പുരോഗതി ഇല്ലാത്തവർ, പഠിക്കാൻ പറ്റാത്തവർ, പഠിക്കുന്നത് മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന പരീക്ഷയെ പരിഹരിക്കാൻ കഴിയാത്തവർ, എല്ലാ മക്കളെയും നിന്റെ തിരുമുറമാണ് വലത് കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഉദ്യോഗസ്ഥർ, ജോലി ഇല്ലാത്തവർ, ജോലി തേടുന്നവർ, ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്, ഉള്ള ജോലിക്ക് വേണ്ടത്ര ശമ്പളമില്ലാത്ത ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ, രാജ്യം മാറാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജോലി സംബന്ധ വിഷയങ്ങളിൽ കർത്താവ് ജീവിതം നഷ്ടപ്പെട്ടവർ എല്ലാവരും സഹോദരി പ്രാർത്ഥിക്കുന്ന ദൈവത്തെ വിസ, ഇൻ്റർവ്യൂ, PR അതുപോലെയുള്ള എല്ലാവിധ ഓഫർ ലെറ്റർ, അതുമൂലം ഉണ്ടാകുന്ന ഓരോ തകരാറുകൾ, വിഷമതകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ വിഷമതകളും യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ കൈമാറ്റത്തിനുള്ള അധിക കൃപ, മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ നിന്നെ ഏറ്റുപറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം അതീവ സ്നേഹത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,